ഹായ് ഓൾ, വെൽക്കം ടു സോഹോ ബുക്സ് മലയാളം ട്യൂട്ടോറിയൽ. മൈസെൽഫ് അമൽഡ. ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു എസ്റ്റിമേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ്. നമ്മൾക്ക് പല സിറ്റുവേഷൻസിലും നമ്മുടെ കസ്റ്റമേഴ്സിന് എസ്റ്റിമേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അതിനുശേഷമാണ് പിന്നെ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് ഇൻവോയ്സിലേക്ക് ആക്കുന്നത്. അതിനായിട്ട് നമുക്കിങ്ങനെ ഒരു നമ്മുടെ സെയിൽസ് മോഡ്യൂളിൽ എസ്റ്റിമേറ്റ് എന്നൊരു ഫംഗ്ഷൻ ഇല്ല, കസ്റ്റമർ ഇൻവോയ്സ് എന്ന് മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്മൾ പോയി ചെക്ക് ചെയ്യുക. ജനറൽ സെറ്റിങ്സിൽ എസ്റ്റിമേറ്റ് കൊട്ടേഷൻ എന്നുള്ള ഫംഗ്ഷൻ, ആ ഒരു ഫീച്ചർ നമുക്ക് ഇനേബിൾഡ് അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. കൊട്ടേഷൻസ്, സെയിൽസ് ഓർഡേഴ്സ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ ബിസിനസ്സിന് യൂസ്ഫുൾ ആണെങ്കിൽ അതെല്ലാം നമ്മൾ ടിക്കിട്ട് സേവ് കൊടുക്കുന്നു. ഈ സെറ്റിങ്സ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെയിൽസിൻ്റെ ഉണ്ടല്ലോ വന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു കൊട്ടേഷൻ എന്നുള്ള മോഡ്യൂൾ അവിടെ വന്നിട്ടുണ്ട്, സെയിൽസ് ഓർഡർ വന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു കൊട്ടേഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് കാണാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളൊരു ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. കസ്റ്റമറെ നമ്മൾ ചൂസ് ചെയ്യുന്നു. കൊട്ടേഷൻ നമ്പർ നമുക്ക് ഡിഫോൾട്ട് സീരീസ് ആയിട്ട് വരും. അതിനുശേഷം GST ട്രീറ്റ്മെൻറ്റ്. ഈ ഒരു കസ്റ്റമർ അൺരജിസ്റ്റേർഡ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ അവരുടെ GST അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ കേരള തന്നെ കൊടുക്കുന്നു. കൊട്ടേഷൻ നമ്പർ വന്നു. കൊട്ടേഷൻ ഡേറ്റ് കറണ്ട് ഡേറ്റ് ആയിരിക്കും. ഈ കൊട്ടേഷൻ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്യൂച്ചർ ഡേറ്റ് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ 22 കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെയും സെയിൽസ് പേഴ്സണ് മാപ്പ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഏതെങ്കിലും പ്രൊജക്റ്റ് ഇതിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് നെയിം ഇവിടെ മാപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ദെൻ നമ്മൾ ഇൻവോയ്സ് കൊട്ടേഷൻ കൊടുക്കുന്ന ആ ഐറ്റമാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ കൺസൾട്ടൻസി സർവീസിനാണ് കോട്ട് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ സർവീസ് നമുക്ക് ഡീഫോൾട്ടായിട്ട് നമ്മൾ ഐറ്റം മാസ്റ്റർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് 1500 ആണ്. അപ്പം ഞാനിത് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താണ്. ഞാൻ 2000 കൊട്ടേഷൻ കൊടുക്കുന്നത്. 2000 വന്നു. 2000 പ്ലസ് GST ആണ് എമൗണ്ട് ടോട്ടൽ വന്നിരിക്കുന്നത് 2240. ഇതെന്ത് ചെയ്യുന്നു? സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ SIC കോഡ് കൊടുക്കാൻ വിട്ടുപോയി. അതാണ് നമുക്ക് അങ്ങനെ ഒരു എറർ വന്നത്. നമ്മളിവിടെ അപ്ഡേറ്റ് കൊടുത്തിട്ട് SIC കോഡ് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഈ കൊട്ടേഷൻ മാർക്കാ സെൻഡ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കസ്റ്റമറിന് ഇത് സെൻഡായി എന്നുള്ള ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യുന്നത്. ഇനി അഥവാ നമുക്ക് നമ്മുടെ കസ്റ്റമറിന് മെയിൽ ID ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇവിടുന്ന് മെയിൽ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതാണ് ഒരു കൊട്ടേഷൻ്റെ ഫോർമാറ്റ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ നെയിം, അഡ്രസ്, GST ഡീറ്റെയിൽസ് ഉണ്ടാവും. ഒരു കൊട്ടേഷൻ അവിടെ ഉണ്ടാവും. ഇനി നമുക്ക് കൊട്ടേഷൻ മാറ്റി പ്രൊഫോമ ഇൻവോയ്സ് ആക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനുണ്ട്. നമ്മുടെ സെറ്റിങ്സിൽ ടെംപ്ലേറ്റ് എഡിറ്റ് ചെയ്താൽ മതിയാവും. ദെൻ കൊട്ടേഷൻ നമ്പർ, ഡേറ്റ് ഉണ്ടാവും. നമ്മൾ ആർക്കാണോ നമ്മളിത് കൊട്ടേഷൻ കൊടുക്കുന്നത് അവരുടെ നെയിം ആൻഡ് അഡ്രസ്, ദെൻ നമ്മുടെ ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ്, ടോട്ടൽ എമൗണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ടെംപ്ലേറ്റിൽ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആഡ് ചെയ്യാം. ആ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ബാക്ക് എൻഡിൽ ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്.